ആണ്ടാൾ ക്ഷേത്രത്തിന്റെ അർദ്ധമണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല. ഇളയരാജയെ ശ്രീവില്ലി പുത്തൂർ ക്ഷേത്രത്തിൽ തടഞ്ഞു. വിഖ്യാത സംഗീത സംവിധായകനും രാജ്യസഭാംഗവുമായ ഇളയരാജയെ ക്ഷേത്രത്തിൽ തടഞ്ഞതിനെ ചൊല്ലി വിവാദം പുകയുന്നു. ശ്രീവില്ലി പുത്തൂർ ആണ്ടാൾ ക്ഷേത്ര ദർശനത്തിലെത്തിയ ഇളയരാജയെ അർദ്ധമണ്ഡപത്തിൽ കയറുന്നതിൽ നിന്നാണ് അധികൃതർ തടഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറി. ശ്രീവില്ലി പുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിലെത്തിയ ഇളയരാജയെ തമിഴ്നാട് ദേവസ്വം വകുപ്പ് അധികൃതർ സ്വീകരിച്ചു. തുടർന്ന് പെരിയ പെരുമാൾ ക്ഷേത്രം, നന്ദാവനം തുടങ്ങിയവയിൽ അദ്ദേഹം ദർശനം നടത്തി. ഇതിനു പിന്നാലെ ആണ്ടാൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള അർദ്ധമണ്ഡപത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നാണ് തടഞ്ഞത്. തുടർന്ന് അദ്ദേഹം അർദ്ധമണ്ഡപത്തിന് പുറത്തുനിന്ന് പ്രാർത്ഥന നടത്തി. ഇത് ആചാരലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തടഞ്ഞത്. തുടർന്ന് ഇളയരാജ അർദ്ധമണ്ഡപത്തിന് പുറത്തുനിന്ന് പൂജ നടത്തുകയും അദ്ദേഹത്തെ പൂജാരികൾ ഹാരമണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ അദ്ദേഹത്തിന് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ സ്വീകരണവും നൽകി. ഇന്നലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കെത്തിയ തിരുവണ്ണാമല ജില്ലാ കളക്ടർക്കും പ്രവേശനം നിഷേധിച്ചിരുന്നു. അതേസമയം ഇളയരാജയെ തടഞ്ഞതിൽ പരമ്പരാഗത ആചാരങ്ങളെ രൂക്ഷമായി വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. അർദ്ധമണ്ഡപത്തിൽ പുരോഹിതർക്ക് മാത്രമാണ് പ്രവേശനമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ജാതി അധിക്ഷേപമാണ് നടന്നതെന്ന് മറുവിഭാഗം പറയുന്നു. സംഭവത്തിൽ ഇളയരാജ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വിശദീകരണം നൽകി രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് അറിയാതെയാണ് അദ്ദേഹം അകത്തു കടന്നത്. ഇക്കാര്യം ഇളയരാജയെ അറിയിച്ചതോടെ അദ്ദേഹം തിരിച്ചിറങ്ങിയെന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളില്ലെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടി.